പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിശക്തമായ ദൈവ സാന്നിധ്യവും ദൈവിക വിടുതലുകളും നമ്മുടെ ഇടയിൽ കർത്താവ് വാരി വിതറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ദിവ്യകാരുണ്യനാഥൻ അൾത്താരയിലേക്ക് വലിയ മഹത്വത്തോടെ എഴുന്നള്ളി വരികയാണ്. ആദരപൂർവ്വം ഭക്തിയോടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കാം. മുട്ടിന്മേൽ നിൽക്കാമോ? ഈശോയെ സ്വീകരിക്കാൻ നമ്മുടെ മധ്യത്തിലേക്ക്. ചേർന്ന് പാടാമോ? നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ബെത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ശിരസ് നമിച്ച് ഭൂജ്യം മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭൂജ്യം, മണ്ണിടത്തിനു ജീവനേകിയ കരങ്ങളും ദിവ്യകാരുണ്യനാഥനിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പ്രതികൂലങ്ങളിലേക്ക്, നമ്മുടെ പ്രതിസന്ധികളിലേക്ക് അവനിതാ മഹത്വത്തോടെ കടന്നു വരുന്നു. കാനായിലെ ഭവനത്തിൻ്റെ അപമാനകരമാകാവുന്ന സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്നവൻ, സർവശക്തനായവൻ ഇതാ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ വലിയ മഹത്വത്തോടെ അവൻ കടന്നു വന്നിരിക്കുന്നു. അവൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും അടിയറ വെച്ചുകൊണ്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, എനിക്ക് വേണ്ടി ഈ രാത്രിയിൽ നിന്റെ കരം നീട്ടണമേ, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ.
പ്രിയമുള്ളവരെ, അത്ഭുതവാനായ ദൈവം, അതിശയം ചെയ്യുന്നവൻ, കനായിലെ അപമാനത്തെ ആനന്ദമാക്കി മാറ്റിയവൻ, ഈ രാത്രി നിന്റെ അപമാനങ്ങൾ കണ്ണുനീരുകളുമെല്ലാം ആനന്ദമാക്കി മാറ്റുന്നവനിതാ നിന്റെ കുടുംബത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. അവനെ കരങ്ങൾ നീട്ടി ഒന്ന് വിളിക്കാമോ? യേശുവേ, ആരാധന 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 ആരാധന. ചേർന്ന് ആരാധിക്കാം, പാടി ആരാധിക്കാം. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ, ഈശോ വിശ്വസിക്കുക, വിശ്വസിക്കുക. ഹൃദയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. മനമിടിഞ്ഞ രോഗികൾ പാടി നമുക്ക് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ചലിപ്പിച്ച്, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടുന്നു. ചെറിയവരും വലിയവരും, കുടുംബാംഗങ്ങൾ ഒന്നിച്ച്, സമൂഹം ഒന്നിച്ച്, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ഹല്ലേലൂയ പാടി അവന്റെ മഹത്വം സ്വീകരിക്കുന്നു, അവന്റെ സൗഖ്യം സ്വീകരിക്കുന്നു. ഒരിക്കൽ കൂടി പാടാം. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, വിശ്വസിക്കുക. കടലിൻ്റെ മീതെ നടന്നു പോയവൻ, കടലിന് മീതെ നടന്നു. ഹൃദയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. മനമിടിഞ്ഞ രോഗികളെ ഇരുകരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവശക്തി പ്രകടമായി തീരുന്നു. ദൈവകൃപ കുടുംബങ്ങളിൽ ഇറങ്ങുന്നു. വ്യക്തികളിൽ ദൈവശക്തി പ്രകടമായി തീരുന്നു. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ
വിശ്വാസപൂർവം ഇതാ നിന്റെ തൊട്ടടുക്കൽ പരമപരിശുദ്ധനായവൻ ദിവ്യകാരുണ്യമായി ഇറങ്ങി വസിക്കുകയാണ്. ഇതാ നിന്റെ കുടുംബം ഒരു സ്വർഗമായി തീരുന്നു. നീ ആയിരിക്കുന്ന ഇടങ്ങൾ, സമൂഹങ്ങൾ, ആയിരിക്കുന്ന റൂമുകൾ, അവിടങ്ങളിലേക്കെല്ലാം പരമപരിശുദ്ധനോടൊപ്പം സ്വർഗീയ ഗണങ്ങൾ വിശ്വാസത്തിൽ കാണുക ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിന്നെ അവൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവൻ ഇറങ്ങി വന്നതിരിക്കുന്നത് നിന്നെ വിടുവിക്കാൻ, നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ വിശുദ്ധീകരിക്കാൻ, നിന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ, നിന്റെ രോഗത്തിൽ നിന്നെ വിടുവിക്കാൻ. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് വിശ്വസിക്കാമോ? സർവശക്തനും പരമപരിശുദ്ധനുമായവൻ ഇതാ നിന്റെ കൺമുമ്പിൽ നിന്റെ കരങ്ങൾ നീട്ടി, നിന്റെ കരങ്ങൾ നീട്ടി, ജീവൻ ചേർത്ത് വെച്ചുകൊണ്ട് നെഞ്ചുപൊട്ടി കരങ്ങൾ ഉയർത്തി വായ് തുറന്ന് ഒന്ന് വിളിക്കാമോ? യേശുവേ! ആരാധന, ആരാധന, ആരാധന. വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ, ചെറിയവരും വലിയവരും വിളിക്കട്ടെ. യേശു നാമത്തിന്റെ മുമ്പിൽ കട്ടുകൾ അഴിയുന്നു, ബന്ധനങ്ങൾ തകരുന്നു, രോഗപീഠകൾ അഴിഞ്ഞു മാറുന്നു, സാത്താന്യ കോട്ടകൾ തകരുന്നു, ജെറിക്കോ കോട്ടകൾ ഇതാ തകരുന്നു. ആരാധന, 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 ആരാധന. ആദരപൂർവ്വം വിശ്വാസത്തോടെ അല്പം ശിരസ് നമിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, ഈ രാത്രി ഒരനുഗ്രഹത്തിൻ്റെ രാത്രിയായി കർത്താവ് തിരഞ്ഞെടുത്തതാണെന്ന് മറന്നു പോകാതിരിക്കുക. ഹൃദയം സമർപ്പിച്ച് ജീവിതത്തിൻ്റെ ഭാരങ്ങളെല്ലാം നല്ല കർത്താവിൻ്റെ പക്കലേക്കൊന്ന് ഇറക്കി വെക്കുക. കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളെയും സമർപ്പിക്കുക. ഈശോ ഇറങ്ങി വന്നത് നിന്നെ വിടുവിക്കാനാണ്. ഇതൊന്ന് വിശ്വസിക്കാമോ? ഒരുപക്ഷെ അനേകം ആരാധനകളിലും അനേകം നൈറ്റുകളിലും നീ പങ്കെടുത്തിട്ടുണ്ട്, അനേകം പ്രാർത്ഥനകൾ നീ ഉരുവിട്ടിട്ടുണ്ട്. ആ നാളുകളിലും ആ സമയങ്ങളിലൊന്നും ഒരുപക്ഷെ നീ പ്രതീക്ഷിച്ച വിടുതലും അനുഗ്രഹമൊന്നും കൈവന്നിരിക്കുകയില്ല. എന്നാൽ ഈ രാത്രി സ്പെഷ്യലാണ്. നീ വിശ്വസിക്കുക, കർത്താവ് ഈ രാത്രി എന്നെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുതേ. അപ്രകാരം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ്റെ മുമ്പിൽ തൻ്റെ അതിശയകരമായ പ്രവൃത്തി അവൻ ചെയ്തെടുക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുക. ലൂക്കാ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ യേശു ഒരു കഫർനാമിൽ എത്തുമ്പോൾ അവൻ അവിടെ ശതാധിപൻ്റെ ഭവനത്തിൽ അവൻ മരണാസന്നായി കിടക്കുന്ന വൃദ്ധനെ സൗഖ്യമാക്കാൻ വേണ്ടി ആ ഭവനത്തിലേക്ക് അവൻ വിളിച്ചതനുസരിച്ച് യേശു കടന്നു പോവുകയാണ്. ഈ രാത്രി നീ മറക്കരുത്, നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ പ്രതികൂലങ്ങളിലേക്ക്, നിൻ്റെ പ്രതിസന്ധികളിലേക്ക് യേശു കടന്നു വരും. പ്രിയമുള്ളവരെ, യേശു ശതാധിപൻ്റെ ഭവനത്തെ സമീപിക്കവേ അവൻ ഇപ്രകാരം മറ്റൊരു വൃത്തിനെ പറഞ്ഞയച്ചു: ഗുരു, അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സൗഖ്യമായി തീരും, എൻ്റെ ഭൃത്യൻ സൗഖ്യമായി തീരും. ലൂക്കാ സുവിശേഷം 7:7 അവൻ ഇപ്രകാരം പറയുകയാണ്: കർത്താവേ, ഒരു വാക്ക് എനിക്ക് വേണ്ടി അരുളി ചെയ്യണമേ. സ്നേഹമുള്ളവരെ, ഇപ്രകാരം എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, ദൈവമേ, ഒരു വാക്ക് എൻ്റെ പ്രതിസന്ധിയെ നോക്കി, എൻ്റെ രോഗത്തെ നോക്കി, എൻ്റെ പരാജയപ്പെട്ട ജീവിതത്തെ നോക്കി, നിൻ്റെ അധരങ്ങളിൽ നിന്ന് ഒരു വാക്ക് എന്നോട് ഉച്ചരിക്കണമേ. സകലരും പ്രാർത്ഥിക്കണമേ. പ്രതിസന്ധികളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ, വേദനിച്ച് നിൽക്കുന്നവർ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ, ജീവിതം പരാജയപ്പെട്ടെന്ന് ചിന്തിക്കുന്നവർ, എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്നവർ, ഈ നൈറ്റ് വിധി രാത്രി നിൻ്റേതാക്കി മാറ്റണമേ. നിന്നെ അതിനെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. അവനോടൊന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും കാണുന്നു മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അവിടെ കാണുകയാണ് കടലിന് മീതെ നടന്നു വരുന്ന യേശു. അവിടെ ഒരു സംഭവം ഇങ്ങനെയാണ്: രാത്രി മുഴുവൻ വഞ്ചിയിൽ യാത്ര ചെയ്ത ശിഷ്യ സമൂഹം കടലിൽ ആഞ്ഞു വീശുന്ന കാറ്റിലും തിരമാലകളിലും പെട്ട് അവർ ഭയചകിതരായി മാറി.
ജീവിതത്തിൽ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിരന്തരമായി നീ കാണുന്ന തിരമാലകളും കാറ്റുകളും നിന്നെ തകർക്കുമെന്ന് നീ കരുതുന്നുണ്ടാകാം. അത് സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, രോഗമാകാം, പരാജയങ്ങളുടെ നീണ്ട ഒരു ലിസ്റ്റാകാം. എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്ന വേളകളിൽ ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്ന് ആ ഒരു വാക്ക് പുറപ്പെട്ടു. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ്, ഇത് ഞാനാണ്. തകർന്നുവെന്ന് ചിന്തിക്കുന്ന, തീർന്നുവെന്ന് വിചാരിക്കുന്ന, എല്ലാം നഷ്ടമായി എന്ന് തോന്നുന്ന കുടുംബജീവിതം, സമൂഹ ജീവിതം, വ്യക്തിജീവിതം, ഇവയെ നോക്കി ഇതാ നിന്റെ രാത്രി അവൻ്റെ അധരത്തിൽ നിന്നൊരു വാക്ക് വരുന്നു. മോനെ മോളെ, നീ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ്, ഇത് ഞാനാണ്. ഞാനാണെന്ന് പറഞ്ഞാൽ സർവശക്തൻ. ആദിയിൽ മോശയോട് അവൻ പറഞ്ഞില്ലേ, ഞാനാകുന്നവൻ ഞാൻ സർവശക്തൻ, സർവശക്തൻ. നിന്റെ പ്രശ്നങ്ങളെക്കാൾ അധികം വലിയവൻ. നിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നവൻ്റെ അധരത്തിൽ നിന്ന് ഒരു വാക്ക്, ഒരു വാക്ക്, കർത്താവേ എന്നോട് അരുളി ചെയ്യണമേ എന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കട്ടെ. നമ്മൾ വായിക്കുന്നില്ലേ വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ, എല്ലാം നഷ്ടമായി, മരിച്ചിട്ട് 4 ദിവസമായി, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞ മറിയത്തെ നോക്കി ഈശോയുടെ അധരത്തിൽ നിന്ന് ഒരു വാക്ക് വന്നില്ലേ, മറിയമേ, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. അവൻ്റെ വാക്ക് 42-ാം വചനത്തിൽ നമ്മൾ കാണുന്നു. 11:42 അവൻ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അവൻ്റെ വാക്ക് പുറപ്പെട്ടപ്പോൾ ജീർണിച്ചവൻ പുതു സൃഷ്ടിയായി, പുതിയ ശരീരമുള്ളവനായി ആ കല്ലറയിൽ നിന്ന് ഇതാ പുറത്തു വന്നു. നിന്റെ നിയോഗം എത്ര വലുതാകട്ടെ, എത്ര സങ്കീർണത നിറഞ്ഞതാകട്ടെ, ഇതാ അവൻ്റെ അധരത്തിൽ നിന്ന് ഒരു വാക്ക്. അവൻ അസാധ്യമായി ഒന്നുമില്ല. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നിന്റെ ജീവിതം, നിന്റെ സാഹചര്യം, നിന്റെ ബിസിനസ്, നിന്റെ ആത്മീയ ജീവിതം, സകലതും ഈ രാത്രിയിൽ അതിശയകരമായി ബലം പ്രാപിക്കാൻ പോവുകയാണ്, രൂപാന്തരപ്പെടാൻ പോവുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കുടുംബമായി, സമൂഹമായി കണ്ണീരോടെ പ്രാർത്ഥിക്കണമേ. നാഥ, ഈ രാത്രിയിൽ ഒരു വാക്ക് എനിക്ക് വേണ്ടി സംസാരിക്കണമേ, ഉച്ചരിക്കണമേ. സ്നേഹത്തോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ പാടി പ്രാർത്ഥിച്ച് ആരാധന നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടായിരിക്കാം. ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതി. എന്റെ പുരക്കകത്തുവരാ ഞാൻ പോരാത്തവനാണ്, കരമടിച്ച് കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. വിശ്വസിച്ച് അസാധ്യമൊന്നും നിന്നിൽ
അധികാരത്തിൽ അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. കരമുയർത്തി ഒരു വാക്കുമതി എനിക്കനുമതി, ഒരു വാക്കുമതി എനിക്കനുമതി, ഒരു വാക്കുമതി എനിക്കനുമതി, ഒരു വാക്കുമതി എനിക്കനുമതി. വിശ്വാസത്തോടെ ഉണർവോടെ എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ. സ്തോത്രം. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. ഓ എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നിരാശകൾ മാറും ആമേൻ. ഒരു വാക്കു നീ പറഞ്ഞാൽ. പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം. കരമുയർത്തിയടിക്കാം. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്ക് ഒരു മതി. വാക്കുമതി പ്രാർത്ഥിക്കട്ടെ. എനിക്കനുമതി, ഒരു വാക്കുമതി എനിക്കനുമതി, ഒരു വാക്കുമതി എനിക്കനുമതി, ഒരു വാക്കുമതി എനിക്കനുമതി. എന്റെ പൂരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. പുരക്കകത്തവരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കനുമതി, ഒരു വാക്കുമതി എനിക്കനുമതി, ഒരു വാക്കുമതി എനിക്കനുമതി, ഒരു വാക്കുമതി എനിക്കനുമതി. യേശുവെന്തും ചെയ്തിടുമേ അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ അവൻ അതിശയവാനാണേ. 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 യേശുവേ രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ദൈവകൃപ നിറയുന്നു, ദൈവിക സൗഖ്യം നിറയുന്നു, ദൈവിക വിടുതലുകൾ നിറയുന്നു.
അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. ആദരവോടെ മുട്ടുമേ നിന്ന് നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടെ അവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഇതാ ഈ രാത്രിയിൽ തിരുവചനത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ നല്ല കർത്താവ് നമ്മെ സന്ദർശിച്ച് കഴിഞ്ഞിരിക്കുന്നു, നമ്മെ വിടുവിച്ചിരിക്കുന്നു. വിശ്വസിക്കുക, എല്ലാ മഹത്വവും അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇത്രമാത്രം അതിശയവാനായ നല്ല കർത്താവിനെ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. എൻ്റെ കർത്താവെ, ഇന്നോളം ഇത്രമാത്രം എന്നെ സ്നേഹിച്ച അങ്ങേപ്പോലെ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് മാറോട് അടക്കി പിടിച്ച അങ്ങേക്കായി എൻ്റെ ജീവിതത്തെ മുഴുവനായി ഞാൻ സമർപ്പിക്കാം. ഒരാരാധനയായി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ശുശ്രൂഷകളും ഈ രാത്രിയിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം കൂടി കൃപ സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. അങ്ങേപ്പോലൻ ദൈവമേ അരുളിയിലൂകി, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നു എൻ്റെ സർവസ്വം. നമ്മുടെ ജീവിതത്തെ ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. അതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ ആരാധന. നമ്മെ തന്നെ പരിപൂർണമായി ചേർത്ത് പിടിക്കാം, ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ജീവിതം മുഴുവനും ഒരു ആരാധനയായി തീർക്കണമേ, മാറ്റണമേ, കരങ്ങളിൽ എന്നെ എടുക്കണമേ. ചേർന്ന് ആരാധിക്കാം. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തിടമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. സ്വതന്ത്രമായി ഇരു കരങ്ങളും ഉയർത്തി ആരാധിച്ചുകൊണ്ട് അവന്റെ ആശീർവാദം സ്വീകരിക്കാം. ഇരു കരങ്ങളും ഉയർത്തി ചേർന്ന് ഒരിക്കൽ കൂടി വിളിക്കാം. കരങ്ങൾ ഉയർത്തി വിളിക്കാം. യേശുവേ, ആരാധന 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 ആരാധന.
എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് വഴികളിൽ ഞാൻ നടക്കുവാനാ, വഴി കാട്ടിയാൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തിടമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന
ശുദ്ധാത്മാവേ നിൻ മഹിമയോടെ നിൻ മഹത്വം എന്നിൽ ഇപ്പോൾ പൂർണ്ണമാക്കണമേ. ശുദ്ധാത്മാവേ നിൻ മഹിമയോടെ നിൻ മഹത്വം എന്നിൽ ഇപ്പോൾ പൂർണ്ണമാക്കണമേ. വാഴ്ക യേശുരാജാവേ, സൗഖ്യദാതാവേ, എന്നാത്മം ദേഹിദേഹവും സമ്പൂർണ്ണമായി വാഴ്ക. വാഴ്ക യേശുരാജാവേ, സൗഖ്യദാതാവേ, എന്നാത്മം ദേഹിദേഹവും സമ്പൂർണ്ണമായി വാഴ്ക. Our God is an awesome God, He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns From heaven above with wisdom, power, love. Our God is an awesome God. അവനവൻ പകരുന്നു ജ്ഞാനം സ്നേഹം ബലം സിയോനിൽ നിന്നും ചൊരിയും അത്ഭുതവാൻ എൻ ദൈവം അത്ഭുതവാൻ പകരുന്നു ജ്ഞാനം സ്നേഹം ബലം സിയോനിൽ നിന്നും ചൊരിയും അത്ഭുതവാൻ. ജ്ഞാനം സ്നേഹം ബലം സിയോനിൽ നിന്നും ചൊരിയും അത്ഭുതവാൻ. യേശു യേശു സർവാധിപൻ, സർവാധിപൻ യേശു യേശു മാറാത്തവൻ, മാറാത്തവൻ യേശു യേശു സർവാധിപൻ സർവാധിപൻ, യേശു യേശു മാറാത്തവൻ മാറാത്തവൻ, അവനാരിലും ഉന്നതനായി അവനാരിലും വലിയവനായി അവനാരിലും ഉന്നതനായി അവനാരിലും വലിയവനായി. യേശു യേശു സർവാധിപൻ, സർവാധിപൻ യേശു യേശു മാറാത്തവൻ,